രജനികാന്തിനും അമിതാഭ് ബച്ചനുമൊപ്പം മഞ്ജു വാര്യർ താരയെ പരിചയപ്പെടുത്തി വേട്ടയൻ ടീം. രജനികാന്ത് നായകനായെത്തുന്ന വേട്ടയനിലെ പുതിയ അപ്ഡേറ്റ് പുറത്ത്. ചിത്രത്തിൽ മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന നായികകഥാപാത്രത്തെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ലൊക്കേഷനിൽ നിന്നുള്ള ഒരു വീഡിയോയും ഇവർ പങ്കുവച്ചു. താര എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ മഞ്ജു എത്തുന്നത്. രജനികാന്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഹൃദയവും ആത്മാവും എന്ന വിശേഷണമാണ് താരയ്ക്ക് നൽകിയിരിക്കുന്നത്. രജനികാന്തും അമിതാഭ് ബച്ചനും മഞ്ജുവും ഒത്തുള്ള രംഗങ്ങളുടെ ലൊക്കേഷൻ ദൃശ്യങ്ങളും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ജയ് ഭീം എന്ന ചിത്രത്തിനു ശേഷം ടി.ജെ. ജ്ഞാനവേൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വേട്ടയൻ. ലൈക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനാണ് ചിത്രം നിർമ്മിക്കുന്നത്. അമിതാഭ് ബച്ചനും ഫഹദ് ഫാസിലും മഞ്ജു വാര്യരും റാണ ദഗ്ഗുബട്ടിയും സുപ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ശർവാനന്ദ്, ജിഷു സെൻഗുപ്ത, അഭിരാമി, ഋതിക സിംഗ്, തുഷാര വിജയൻ, രാമയ്യ സുബ്രഹ്മണ്യൻ, കിഷോർ, റെഡിൻ കിങ്സ്ലി, രോഹിണി, രവി മരിയ, റാവു രമേശ്, രാഘവ് ജൂയാൽ, രമേശ് തിലക്, ഷാജി ചെൻ, രക്ഷൻ, സിംഗംപുലി, ജി.എം. സുന്ദർ, സാബുമോൻ അബ്ദുസമദ്, ഷബീർ കല്ലാർക്കൽ എന്നിവരും അഭിനയിച്ചിരിക്കുന്നു. ദീപാവലിയോടനുബന്ധിച്ച് ചിത്രം തിയേറ്ററുകളിലെത്തും. തമിഴകം പിടിക്കാൻ മഞ്ജു വാര്യർ അഭിനയിച്ച 2 പടങ്ങളും കോടികൾ വാരി. ഇനി വേട്ടയനെയൊപ്പം ആടിത്തകർക്കും. ധനുഷ് നായകനായി എത്തിയ അസുരൻ ആയിരുന്നു മഞ്ജു വാര്യരുടെ ആദ്യ തമിഴ് സിനിമ. മലയാള സിനിമയുടെ പ്രിയങ്കരിയായ നടിയാണ് മഞ്ജു വാര്യർ. കാലങ്ങൾ നീണ്ട അഭിനയ ജീവിതത്തിൽ ചെറുതും വലുതുമായി ഒട്ടനവധി സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച താരം ഒരിടവേള എടുത്തിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ വൻ തിരിച്ചുവരവ് നടത്തിയ മഞ്ജു ഇപ്പോൾ തമിഴ് സിനിമയിൽ നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. ഇതിനോടകം 2 തമിഴ് സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞ മഞ്ജു വാര്യരുടെ പുതിയ ചിത്രം വേട്ടയൻ ആണ്. സാക്ഷാൽ രജനികാന്തിന്റെ നായികയാണ് മഞ്ജു പ്രേക്ഷകർക്ക് മുന്നിൽ എത്താൻ ഒരുങ്ങുന്നത്. ഒക്ടോബർ 10 വേട്ടയൻ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുക. ഇതിനോട് അനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത മനസ്സിലായോ ഗാനം ട്രെൻഡിങ്ങിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ഫെസ്റ്റിവൽ മൂഡിൽ അനിരുദ്ധ് അണിയിച്ചൊരുക്കിയ ഗാനരം കത്ത് തകർത്താടുന്ന മഞ്ജു വാര്യരെ മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തു. മികച്ച ഒരു കോംബോ ആകും രജനികാന്ത് മഞ്ജു വാര്യർ എന്നതെന്നാണ് ഏവരും പറയുന്നത്. 100 കോടി ക്ലബിൽ ഇടം നേടിയ അസുരനും തുനിവിനും ശേഷം മഞ്ജു വാര്യരുടെ 3ാമത്തെ തമിഴ് ചിത്രം, അതും തലൈവർക്കൊപ്പം. ഒരിക്കൽ നഷ്ടമായതെല്ലാം തിരിച്ചു വരവിൽ നേടിയെടുക്കുന്ന സ്വപ്നങ്ങൾക്ക് പിറകെ ആത്മവിശ്വാസത്തോടെ ഒരു ചെറുപുഞ്ചിരിയിൽ എല്ലാം ഒതുക്കി മുന്നേറുന്ന മലയാളത്തിന്റെ മഞ്ജു വാര്യർ എന്നാണ് ഒരു ആരാധകന്റെ കമന്റ്. മഞ്ജു വാര്യർ ഇന്നും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. കരിയറിൽ ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ വീട്ടമ്മയായി ഒതുങ്ങി. എന്നിട്ടും തിരിച്ചു സിനിമയിൽ എത്തി തമിഴ് സിനിമയിൽ കൂടി ഒരു സ്ഥാനം ഉറപ്പിക്കുന്നു. അതും ഈ പ്രായത്തിൽ. ജീവിതത്തിൽ തോറ്റുപോയ സ്ത്രീകൾക്ക് പൊരുതാൻ നിങ്ങൾ ഊർജമാണ് എന്നാണ് മറ്റൊരു കമന്റ്. എന്തായാലും മനസ്സിലായോ ഗാനവും മഞ്ജു വാര്യരെയും പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നത് ഉറപ്പാണ്. ധനുഷ് നായകനായി എത്തിയ അസുരൻ ആയിരുന്നു മഞ്ജു വാര്യരുടെ ആദ്യ തമിഴ് സിനിമ. ചിത്രത്തിൽ ശക്തമായ സ്ത്രീ കഥാപാത്രത്തെ ആയിരുന്നു മഞ്ജു അവതരിപ്പിച്ചത്. ഇത് പ്രേക്ഷക നിരൂപക പ്രശംസ നേടുകയും ചെയ്തിരുന്നു. 100 കോടി ക്ലബിൽ ചിത്രം ഇടം പിടിച്ചുവെന്നാണ് റിപ്പോർട്ട്. ബിസിനസ് ഉൾപ്പെടെയാണിത്. 2ാം വരവ് അജിത്ത് ചിത്രം തുനിവിലൂടെ ആയിരുന്നു. എച്ച്. വിനോദ് സംവിധാനം ചെയ്ത ഈ ചിത്രം 200 കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു. വേട്ടയൻ പുറമെ മഞ്ജു വാര്യരുടേതായി വരാനിക്കുന്ന തമിഴ് സിനിമ വിടുതലൈ 2 ആണ്. വിജയ് സേതുപതിയുടെ നായികയായിട്ടാണ് നടി വേഷമിടുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. വെട്രിമാരൻ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. രജനിക്കൊപ്പം ചുവടുവെച്ച് മഞ്ജു വാര്യർ. വേട്ടയനിലെ ആദ്യ ഗാനം മനസ്സിലായോ പുറത്ത്. രജനികാന്ത് നായകനായെത്തുന്ന വേട്ടയനിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി. മനസ്സിലായോ എന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോയാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. അനിരുദ്ധാണ് ഗാനത്തിന് സംഗീതം പകർന്നിരിക്കുന്നത്. മലയാളവും തമിഴും കലർന്ന വരികളാണ് ഗാനത്തിലുള്ളത്. 2011 അന്തരിച്ച മലേഷ്യ വാസുദേവനെയൊപ്പം യുഗേന്ദ്രൻ വാസുദേവൻ, അനിരുദ്ധ്, ദീപ്തി സുരേഷ് എന്നിവരും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഗായകന്റെ ശബ്ദം സാങ്കേതിക മികവ് ഉപയോഗിച്ചാണ് രൂപപ്പെടുത്തിയത്. 27 വർഷത്തിനു ശേഷമാണ് രജനികാന്ത് ചിത്രത്തിൽ മലേഷ്യ വാസുദേവന്റെ ആലാപനത്തിൽ ഒരു ഗാനം എത്തുന്നത്. നീണ്ട ഇടവേളയ്ക്കു ശേഷമാണ് ഒരു രജനികാന്ത് ചിത്രത്തിൽ മലയാള ഗാനം അല്ലെങ്കിൽ മലയാളം വരികളുൾപ്പെടുന്ന ഗാനം വരുന്നത്. 1995 പുറത്തിറങ്ങിയ മുത്തു എന്ന ചിത്രത്തിലെ കുളുവാലിലെ എന്ന ഗാനത്തിൽ മലയാളം വരികളുണ്ടായിരുന്നു. A.R. റഹ്മാനായിരുന്നു ഈ ഗാനത്തിന് ഈണമിട്ടത്.
ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ജയ് ഭീം എന്ന ചിത്രത്തിനു ശേഷം ടി. ജാനവേൽ തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വേട്ടയൻ. ലൈക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനാണ് ചിത്രം നിർമ്മിക്കുന്നത്. അമിതാഭ് ബച്ചനും ഫഹദ് ഫാസിലും മഞ്ജു വാര്യരും റാണ ദഗ്ഗുബട്ടിയും സുപ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ശർവാനന്ദ്, ജിഷു സെൻഗുപ്ത, അഭിരാമി, ഋതിക സിംഗ്, തുഷാര വിജയൻ, രാമയ്യ സുബ്രഹ്മണ്യൻ, കിഷോർ, റെഡിൻ കിങ്സ്ലി, രോഹിണി, രവി മരിയ, റാവു രമേശ്, രാഘവ് ജൂയാൽ, രമേശ് തിലക്, ഷാജിച്ചൻ, രക്ഷൻ, സിംഗംപുലി, GM സുന്ദർ, സാബുമോൻ അബ്ദുസമദ്, ഷബീർ കല്ലാർക്കൽ എന്നിവരും അഭിനയിച്ചിരിക്കുന്നു. ദീപാവലിയോടനുബന്ധിച്ച് ചിത്രം തിയേറ്ററുകളിലെത്തും.